ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഭയമാണ് മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നില്ല. എനിക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തണമല്ലോ, അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തി തരണമല്ലോ. പക്ഷെ മരണം വരെ ഉള്ള ഒരു ചികിത്സ മാത്രമാണ് ശരിക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശരിയായ കാരണം കണ്ടെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ ക്യാൻസറുകൾ വിവിധ തരത്തിലുണ്ട്. അപ്പം ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു എണ്ണമറ്റ ക്യാൻസർ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മുടെ പ്രകൃതി ചികിത്സയിൽ നമ്മൾ എങ്ങനെയായിരിക്കും ക്യാൻസറിനെ കാണുന്നത്? ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം കരൾ ക്യാൻസർ ഉണ്ട്, കിഡ്നി ക്യാൻസർ ഉണ്ട്, കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, ബോൺ ക്യാൻസർ അഥവാ എല്ലിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, ബ്ലഡ് ക്യാൻസർ ഉണ്ട്. വിവിധതരം ക്യാൻസറുകൾ സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം പ്രകൃതി ചികിത്സ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം രാസമാലിന്യങ്ങളുടെ നിക്ഷേപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശുദ്ധീകരിക്കലാണ്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു ക്ലീനിങ് പ്രോസസ്സാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് എല്ലാ വൈദ്യശാസ്ത്ര ശാഖയ്ക്കും ഓരോ തരം സയൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വൈദ്യശാസ്ത്ര ശാഖയ്ക്കും ഓരോ തരം സയൻസ് ഉണ്ട്. അതെല്ലാം ഒരു സയൻസിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ഇപ്പോൾ അലോപ്പതിക്കാണെങ്കിൽ അലോപ്പതിയുടേതായ ഒരു സയൻസ് ഉണ്ട്, ആയുർവേദത്തിനാണെങ്കിൽ ആയുർവേദത്തിൻ്റെതായ ഒരു സയൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ വ്യത്യസ്തമായ ഒരു ചികിത്സാ മേഖലയായിട്ട് മാറുന്നത്. അപ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള സയൻസിനെ നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തകരമായിട്ടുള്ള സയൻസിനെ അലോപ്പതിയുടെ കുഴലിൽ അല്ലെങ്കിൽ അലോപ്പതിയുടെ തിയറിയിൽ ആഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷർട്ട് നിങ്ങൾക്ക് പാകാവില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഷർട്ടേ പാകാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളെ കൂടി നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു മുഴ ഉള്ള ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഏതെങ്കിലും അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മുഴയുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അലോപ്പതി ചെയ്യേണ്ട ഒരൊറ്റ ധർമ്മം എന്ന് പറയുന്നത് അത് മുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വേറെ ആർക്കും ഇതുവരെ അത് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചെയ്യാൻ റൈറ്റുള്ളതും അതോടൊപ്പം നിയമപരമായി അവകാശമുള്ളതും അതോടൊപ്പം തന്നെ അതിന് സയൻറ്റിഫിക്കലി അവർ അവഗാഹം നേടിയതൊക്കെ അവരാണ്. അത്തരം ആളുകൾ എന്താ ചെയ്യേണ്ടത്, അത് റിമൂവ് ചെയ്ത് കൊടുത്താൽ ബാക്കി ബദൽ ചികിത്സയിലേക്ക്, പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അപകടകരമാകുന്ന മുഴയാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പ്രകൃതി ചികിത്സയിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യത 90% കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് കീമോയും റേഡിയേഷൻ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കീമോയും റേഡിയേഷനും ചെയ്യുന്നത്. ആകെയുള്ള അതിൻ്റെ അകത്ത് പ്രക്രിയ എന്ന് പറയുന്നത് സർജറി മാത്രമായിരിക്കും അതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യുന്നത്. ഇത് സെക്കൻഡറി ക്യാൻസറിന് കാരണമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ക്യാൻസർ മുഴ ഉണ്ടായിക്കൊള്ളണമെന്ന് പോലും ഇല്ല, അത് ക്യാൻസർ മുഴയാണ് എന്ന് വരുത്തി തീർത്തിട്ട് കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പലപ്പോഴും സർജറി ചെയ്യുന്നത്. ശരിക്കും ആദ്യം സർജറി ചെയ്യുകയും ബാക്കി മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത 90% മുകളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ലീനിങ് പ്രോസസ്സാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ക്ലീനിങ് പ്രോസസ്സിലൂടെ ഇതിനെ എവിടെയെങ്കിലും സെല്ലുകളുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ്. അതെ, അതുപോലെ തന്നെ ഈ പുറം രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സർജറി കാര്യങ്ങളോ അവർ നിർദ്ദേശിക്കാറില്ല. കൂടുതൽ അവർ ഒരു 7-8 മാസം ഒരു സമയം കൊടുക്കും എന്താണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്, നമ്മൾക്കൊരു അസുഖം വരുന്ന സമയത്ത് ഇത്രത്തോളം മരുന്ന് തരാമോ, അത്രത്തോളം ഈ പറഞ്ഞ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ എത്രത്തോളം ഈ അപകടകരമായിട്ടുള്ള ചികിത്സാ രീതികൾ ചെയ്യാമോ, പക്ഷെ ജീവനൊരു ഗ്യാരണ്ടിയും പറയുന്നുമില്ല. അപ്പോൾ ശരിക്കും പുറം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ എനിക്കൊന്ന് കുറേയധികം ആൾക്കാർ നമ്മളിവിടുന്ന് പുറത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നുണ്ട് ക്യാൻസറിന്. ഇവിടെ എത്രയധികം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഉള്ളപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണെങ്കിലും ഒരുപാട് സെലിബ്രിറ്റികളാണെങ്കിലും എന്തുകൊണ്ട് പുറത്തേക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോയി ചികിത്സ ചെയ്യുന്നു എന്നുള്ളത്
ഒരു ഇത്. അതിലെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വ്യാവസായികമാണ് എന്നത് നേതാക്കന്മാർക്ക് സെലിബ്രിറ്റികൾക്കും അറിയാം എന്നുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അവരിവിടെ വന്നിട്ട് പറയുന്നത് കേരളം നമ്പർ 1 ആണ് എന്ന് പറയാറുണ്ട്. അതെ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ വ്യാവസായികമായി തന്നെയാണ് മനുഷ്യന്മാരെ കൈകാര്യം ചെയ്യുന്നത്. പുറം ലോകത്ത് ഒരുപക്ഷെ ജനസംഖ്യ കുറഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വാല്യൂ മനുഷ്യന്മാർക്ക് വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് അവർ ബദൽ സംവിധാനങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശരിക്ക് അലോപ്പതിയുടെ ഒരു വല്ലാത്ത വലിയ ചേട്ടൻ മനോഭാവം വല്ലാതെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ബദൽ ശാസ്ത്രങ്ങളെയൊന്നും അവർ ശരിക്കും ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ശാസ്ത്രമാണോ അശാസ്ത്രമാണോ എന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. പ്രത്യേകിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ആളുകൾക്ക് വേദന കുറയുക, കുറച്ച് കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുക. അങ്ങനെ ആളുകൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുകയും വേദന കുറയുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ആളുകൾ എത്തിപ്പെടുമെന്നുള്ളതാണ്. അതിനെ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അതിനെ പർവ്വതീകരിച്ച് അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിലോ വല്ലതും സംഭവിച്ചാൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് സ്വാഭാവികമായിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ 100% മോഡേൺ സയൻസ് ശരിയാണ് എന്നുണ്ടെങ്കിൽ ക്യാൻസർ വന്നിട്ട് ഒരാളും മരിക്കാൻ പാടില്ല. ഇന്ന് മരിക്കുന്നതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് മരിക്കുന്നത് ഒരുപക്ഷെ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ സയൻസിലായിരിക്കും. കാരണം അത് സ്വാഭാവികമായിട്ട് മിക്കവാറുള്ള ആളുകളും അവിടെ പോകുന്നത് ഉണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ കണക്കെടുത്ത് നോക്കുക. ക്യാൻസർ രോഗികളിൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകളുടെ വരെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ 6 മാസമോ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ ആളുകൾ മരിച്ചു പോവുക ചെയ്യുന്നത്. അത് മരിക്കുന്നത് തന്നെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ ആളുകൾ മരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മൊബൈൽ മോർച്ചറി പോലും കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വന്നത്. എന്തുകൊണ്ടാണ്? ആളുകൾ ക്യാൻസർ വന്നിട്ട് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ബോഡി എത്തിപ്പെടുന്നു എന്നതുകൊണ്ടാണ് മൊബൈൽ മോർച്ചറികൾ പോലും വന്നിട്ടുള്ളത്. ഒരു 10 വർഷത്തേക്ക് മുമ്പ് മൊബൈൽ മോർച്ചറിയുടെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിനെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു അവയവം മുറിച്ച് നീക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റ് അപകടകരമാകുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ബദൽ ചികിത്സകൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിച്ച്, അത് ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ്, പരിശോധിച്ചിട്ട് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻ്റ് ഭൂരിഭാഗം ആളുകളും മരിക്കുന്നുണ്ട് അല്ലേ? വേദനാജനകമായ അവസ്ഥയിൽ മോർഫിൻ ടാബ്ലറ്റ് പോലും കഴിച്ചിട്ട് വേദന നിലക്കാൻ പറ്റാത്ത വണ്ണം ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ട് അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം നമുക്ക് അതിനെ ആ രീതിക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അവിടെ ചെല്ലുന്ന രോഗികളെ പകുതിയും വരെ ഇത് ആ രീതിക്ക് അപ്രോച്ച് ചെയ്യുകയോ അവരെ രോഗം പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുക്കാമെന്ന് പറയുന്നതിനേക്കാൾ കുറച്ച് നാളും കൂടെ ഇരിക്കാം, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് മരണം ആസന്നമാകാമോ ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും സർക്കാർ തലത്തിലാണെങ്കിലും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പ്രകൃതി ചികിത്സ, ആയുർവേദം, ഹോമിയോ, ഈ യുനാനി, സിദ്ധ തുടങ്ങിയ വൈദ്യശാസ്ത്രത്തിൽ ഇതിന് ഉറപ്പായും, കാരണം പണ്ട് മുതലേ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു പാരമ്പര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു പാരമ്പര്യത്തിൽ ഉറപ്പായും പണ്ട് ഉള്ള ഋഷിവര്യന്മാരാണെങ്കിലും ഇതിന് വേണ്ട അതായത് ഇനിയുള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ആവാമെന്ന് കൂടി അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രതിവിധികളും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചികിത്സാ രീതികളൊക്കെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല? അത് വ്യാവസായികമായി അലോപ്പതി ഒരു മുൻകൈ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റൊന്നിനെയും അവർ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്തത്. ഒരു അസ്വസ്ഥതയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾക്ക് ഇപ്പോൾ ഉമാ തോമസ്, നമ്മുടെ MLA ഉമാ തോമസ് സീരിയസ് ആകുന്ന ഒരു ഘട്ടത്തിൽ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഘട്ടത്തിൽ ശ്വാസകോശ സംബന്ധമായ എന്തോ ഒരു പ്രശ്നത്തിന് ഹോമിയോ മരുന്ന് കഴിച്ചു. അത് കഴിച്ചിട്ടാണ് എനിക്ക് ശരിക്കും ഈ ശ്വാസകോശ സംബന്ധമായ
പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്ന് ഏതോ ഒരു ഹോമിയോയുടെ മീറ്റിങ്ങിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കളിയാക്കുകയും അതോടൊപ്പം തന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് ഒരു അസ്വസ്ഥതയാണ് എല്ലായിടത്തും രൂപപ്പെടുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഈ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആളുകളെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും ഒരു വിഭാഗം ആളുകൾ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സൂഡോ സയൻസ് എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ വൈദ്യശാസ്ത്ര ശാഖയും, അലോപ്പതി അല്ലാത്ത എല്ലാ വൈദ്യശാസ്ത്ര ശാഖയും അവരെ സംബന്ധിച്ചിടത്തോളം സ്യൂഡോ സയൻസ് ആണ്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുകയും കളിയാക്കുകയും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇത്തരം സംഗതികൾ പൊങ്ങി വരാത്തത് എന്നതാണ്. ശരിക്കും പ്രകൃതി ചികിത്സയിലൂടെ ധാരാളം ആളുകൾ ക്യാൻസർ മാറിയിട്ടുണ്ട്. ക്യാൻസർ വന്നിട്ട് സീരിയസ് ആകുന്ന ഘട്ടത്തിൽ പ്രകൃതി ചികിത്സയിലേക്ക് പോയിട്ട് രോഗം മാറിയ ആളുകൾ ഒട്ടനവധി ആളുകളുണ്ട്. എനിക്ക് 1-2 ആളുകളെ വ്യക്തിപരമായിട്ട് തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് ബദൽ ചികിത്സ, ഇപ്പോൾ ഹോമിയോയിലായിരുന്നാലും യുനാനിയിലായിരുന്നാലും സിദ്ധയിലായിരുന്നാലും ആളുകൾക്ക് ക്യാൻസർ വന്നിട്ട് ക്യാൻസർ എന്ന് സ്ഥിരീകരിച്ച ആളുകൾ രക്ഷപ്പെട്ട അവസ്ഥകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സംഗതികളെ കൂടെ മനുഷ്യൻ്റെ നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്കും എല്ലാ വൈദ്യശാസ്ത്ര ശാഖയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ വൈദ്യശാസ്ത്ര ശാഖയും എൻ്റെ അഭിപ്രായത്തിൽ 100% ശരിയല്ല. ഞാൻ എൻ്റെ പ്രകൃതി ചികിത്സയെ പോലും ഞാൻ 60% മാത്രമേ ശരിയായിട്ട് കാണുന്നുള്ളൂ. ബാക്കി 40% നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സംഗതികളുണ്ട്. അതോടൊപ്പം തന്നെ ശരിയാവാത്ത കുറേ സംഗതികളുണ്ട്. അപ്പോൾ എന്നതുപോലെ എല്ലാ വൈദ്യശാസ്ത്ര ശാഖയും 60% താഴെ ശരിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട്, അത് പരിപൂർണമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്, 60% താഴെ ശരിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ വൈദ്യശാസ്ത്ര ശാഖയുടെയും നന്മകൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അതിനൊരു അസ്വസ്ഥതയും നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വൈദ്യശാസ്ത്ര ശാഖയും കൊണ്ടുവരിക. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചില കേസുകൾക്ക് ഹോമിയോ റെഫർ ചെയ്യാറുണ്ട്. ഹോമിയോയിൽ ചില ഡോക്ടർമാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരുമായിട്ട് റെഫർ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ അലോപ്പതി ഡോക്ടർമാരുണ്ട്. അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ യുനാനിയിലെ ചില ഡോക്ടർമാരെ പരിചയമുണ്ട്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുക, അവരുടെ പ്രയാസങ്ങൾ നീട്ടിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ധർമ്മവും ലക്ഷ്യവും അതായിരിക്കണം എന്നുള്ളതാണ്. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ തിയറി ബേസ് അല്ല. തിയറികൾ എന്ന് പറയുന്നത് പലപ്പോഴും അനുഭവത്തിൻ്റെയും നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തിയറികൾ ഒരിക്കലും സയൻറ്റിഫിക്കായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ചില ആളുകളുടെ 100 ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലും ഉണ്ടാകുന്നതാണ് തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയെ കൂട്ടുപിടിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. ആളുകളുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈദ്യശാസ്ത്ര ശാഖയുടെയും നന്മ എടുത്തുകൊണ്ട് ആളുകളുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ രോഗികളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക. ചില ആളുകൾക്ക് വേദനയായിരിക്കും, ചില ആളുകൾക്ക് മറ്റ് അസ്വസ്ഥതകളായിരിക്കും. അത്തരം ആളുകളുടെ അസ്വസ്ഥതയും വേദനയും ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം എൻ്റെ വീട്ടിനടുത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ലിവർ പേഷ്യൻ്റാണ്. മഞ്ഞപ്പിത്തം വന്നിട്ട് അത് ലിവറിനെ ബാധിച്ചിട്ട് അവർ ആ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അവർക്ക് രാത്രിയിൽ 2 ദിവസം കൊണ്ട് മോഷൻ കറക്റ്റ് ആകുന്നില്ല. അപ്പോൾ അതിന് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ മരുന്ന് കഴിച്ചു, എനിമ ചെയ്തു, എന്നിട്ടൊന്നും മോഷൻ കറക്റ്റ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെ രാത്രി അസ്വസ്ഥത കൂടിയിട്ട് എന്നോട് വിളിച്ച് പറയും, ഞാനൊരു എനിമ ക്യാൻ കൊണ്ടുപോയിട്ട് പച്ചവെള്ളത്തിൽ, ശുദ്ധമായ പച്ചവെള്ളത്തിൽ എനിമ കൊടുത്തപ്പോൾ അവരുടെ ആശ്വാസം മാറി. അവർ വളരെ സന്തോഷം. അന്ന് 2 ദിവസം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസം രാത്രിയിൽ അത് ദൂരീകരിച്ചപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. വേറൊരു ഘട്ടത്തിൽ ഒരു കിഡ്നി പേഷ്യൻ്റ് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ അവരുടെ കാല് പഴുത്തിട്ട് ആ വേദന കൊണ്ടിങ്ങനെ വല്ലാത്തൊരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐസ് കട്ട കെട്ടിയിട്ട് ഒരു ബലൂൺ പോലെ ഒരു സാധനത്തിൽ അതിനകത്ത് ഐസ് കട്ട ഇട്ടിട്ട് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? ആശ്വാസം കിട്ടി. അപ്പോൾ അങ്ങനെ ആളുകളുടെ ആശ്വാസം തിയറി ബേസിലല്ല നമ്മൾ പോകേണ്ടത്. ആളുകൾക്ക് എത്രത്തോളം ആശ്വാസം കൊടുക്കാൻ കഴിയും, എത്രത്തോളം കാലം
കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കും എന്ന ഒരു രീതിയിൽ എല്ലാ വൈദ്യശാസ്ത്ര ശാഖയെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, ആളുകൾ രോഗികളുടെ പ്രയാസം അനുസരിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്താണോ പ്രയാസം അതിനനുസരിച്ച് ഏത് ട്രീറ്റ്മെൻ്റ് ആണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക എന്നുള്ള ആ ഒരു വിശാല മനസ്സിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതെ, തീർച്ചയായും.